Shri Om Birla is declared elected as the Speaker of this House. ഇത് രണ്ടാം തവണയാണ് ബിജെപിയുടെ ഓം ബിർള ലോക്സഭാ സ്പീക്കറായി എത്തുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്പരം ഹസ്തദാനം ചെയ്താണ് ഓം ബിർളയെ സ്പീക്കർ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം കൈകൊടുക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൻ രാഹുൽ അഥവാ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ച് മോദി രാഹുലിനെ പരിഹസിച്ചിരുന്നു. ഇപ്പോൾ അതിന് മറുപടി എന്നോണം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസവ കോൻ രാഹുൽ എന്ന അടിക്കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് വൈറലായത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായി കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു മത്സരിച്ചത്. സഭയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ ഓം ബിർള വീണ്ടും സ്പീക്കറായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടാഞ്ഞതും ശ്രദ്ധേയമായി. സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പിന് ആവശ്യപ്പെടാതിരുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പിന്നീട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സഭയിലെ ആദ്യത്തെ പ്രസംഗം സ്പീക്കറായി തിരഞ്ഞെടുത്ത ഓം ബിർളയെ അനുമോദിച്ചുകൊണ്ടായിരുന്നു. ഇത്തവണ പ്രതിപക്ഷത്തിന് കിട്ടിയ ജനപിന്തുണ എടുത്തു പറഞ്ഞ രാഹുൽ ജനത്തിന്റെ ശബ്ദമാണ് പ്രതിപക്ഷത്തിന്റേതെന്നും അതിന് സഭയിൽ വേണ്ടത്ര അവസരം ലഭിക്കണമെന്നും പറഞ്ഞു. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന കർത്തവ്യം സ്പീക്കർ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാഹുൽ പറഞ്ഞു. We are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the Constitution of India. കഴിഞ്ഞ 10 വർഷം ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം നേരിട്ടിരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ കരുത്തരായി ഇന്ത്യ സഖ്യം എത്തുന്നത്. 2019 52 സീറ്റുമായി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന രണ്ടാമത്തെ പാർട്ടിയെ സഭയിൽ കോൺഗ്രസ് മാറിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും രാഹുലിന് ലഭിച്ചേക്കാം. അന്വേഷണ മേധാവികൾ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പ്രതിപക്ഷ നേതാവായ രാഹുലും ഇടം പിടിക്കും. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയുമാണ് ഇതിനു മുൻപ് ഗാന്ധി കുടുംബത്തിൽ നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ചത്. അതേസമയം കഴിഞ്ഞ ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത ഓം ബിർളയുടെ നടപടിയെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുദീപ് ബന്ദോപാധ്യായ വിമർശിച്ചു. വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലായിരുന്നു സുദീപിന്റെ വിമർശനം.